നമസ്കാരം. തമിഴ്നാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അതിനെ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം നേരിടുന്നത്. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബിജെപി ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കോയമ്പത്തൂർ തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ അണ്ണാമലൈ തന്നെയാണ് കോയമ്പത്തൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. എന്തായാലും അണ്ണാമലൈ നടത്തിയ പ്രചാരണ പരിപാടികളിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ പാർട്ടിയുടെ ആത്മവിശ്വാസം വളർത്തുന്നുണ്ട്. ഇപ്പോഴിതാ തമിഴ്നാട്ടിലെ പ്രമുഖ ദിനപത്രമായ ദിനമലർ പുറത്തുവിട്ട അഭിപ്രായ സർവേയിൽ കോയമ്പത്തൂരിൽ അണ്ണാമലൈ വലിയ വിജയം സ്വന്തമാക്കും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 40% വോട്ട് നേടി ബിജെപി സ്ഥാനാർത്ഥി അണ്ണാമലൈ മണ്ഡലത്തിൽ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് ദിനമലറിന്റെ അഭിപ്രായ സർവേ പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്ന DMK സ്ഥാനാർത്ഥി ഗണപതി P. രാജ്കുമാറിന് 28% വോട്ട് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരുമെന്നുകൂടി ദിനമലർ അഭിപ്രായപ്പെടുന്നുണ്ട്. 27% വോട്ടുമായി AIADMK സ്ഥാനാർത്ഥിയായ സിംഗെ രാമചന്ദ്രൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നും പറയപ്പെടുന്നു. AIADMKയുടെ ഒരു വലിയ ശക്തി കേന്ദ്രം കൂടിയാണ് കോയമ്പത്തൂർ. ഇവിടെയാണ് അവർ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ പോകുന്നത് എന്നാണ് ഈ ദിനമലറിന്റെ അഭിപ്രായ സർവേ പറയുന്നത്. എന്തായാലും നാം തമിഴർ കക്ഷിയുടെ കലാമണി 6%-നടുത്ത് വോട്ട് പിടിക്കുമെന്നുകൂടി ദിനമലറിന്റെ പ്രീപോൾ സർവേ അഭിപ്രായപ്പെടുന്നു. AIADMKയുടെ പിളർപ്പിനെ തുടർന്നുള്ള സാഹചര്യം അത് കോയമ്പത്തൂരിൽ ബിജെപിക്ക് അനുകൂല ഘടകമാകുമെന്ന് തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ ഒരു വിലയിരുത്തൽ ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ദിനമലർ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.